ഗൈസ്, ഇന്ന് നമുക്കൊരു കോട്ടയം മീൻകറി ഉണ്ടാക്കിയാലോ, ഈ കപ്പയുടെ കൂടെ ചേർത്ത് കഴിക്കാൻ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്: പച്ചമുളക് നമുക്ക് നെടുകെ കട്ട് ചെയ്യാം, പിന്നെ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ചെറുതായിട്ട് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല ഉണ്ടാക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ചെറിയ ടീസ്പൂണിന് ഒരു 5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, വളരെ ചെറിയ സ്പൂണാണ്. പിന്നെ വലിയ ടേബിൾ സ്പൂണിന് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് കുടംപുളി എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 അല്ലി കുടംപുളി മതിയാവും. ഇനി ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിൽ എണ്ണ ഒഴിച്ച് അതിൽ കടുകും ഉലുവയും കറിവേപ്പിലയും ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി അരിഞ്ഞ് വെച്ചത് അത് ചേർത്ത് വഴറ്റുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും മുറിച്ച് വെച്ച കുഞ്ഞുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റുക. അത് വീണ്ടും നന്നായി വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് പേസ്റ്റാക്കി വെച്ച മസാല ചേർക്കുക. മസാല ചേർത്ത് നന്നായി വഴറ്റണം. ആ പച്ച മണമൊക്കെ മാറുമ്പോൾ മാത്രം കുടംപുളി കുതിർത്ത് വെച്ച ആ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി വഴറ്റുക. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. മീൻ ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കി അതിൽ കുറച്ച് ഇഞ്ചിയും ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തിളക്കുമ്പോൾ അത് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതല്പം ദശക്കട്ടിയുള്ള മീനാണ്. ഓൺലൈനിൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പം ഇതിൻ്റെ പേര് ഓല എന്നാണ്. നാട്ടിൽ ചിലപ്പം ഓലക്കൊടിയൻ എന്നൊക്കെ പറയായിരിക്കും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുക? ഒന്ന് കമൻറ്റ് ചെയ്യണേ. കറി അവിടെ തിളച്ച് റെഡിയാകുമ്പോഴത്തേക്കും ഞാനിവിടെ ഉള്ളിച്ചമ്മന്തിയും കപ്പയും റെഡിയാക്കി വെച്ചു. കുറച്ച് മീൻ കുറച്ച്